ഈ റിപ്പോർട്ടിൽ നമ്മൾ ബേസിക്കലി നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ അലർജി ഉണ്ടാക്കുന്ന ഒരു 10 to 12 സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുക. അതിൽ തന്നെ നിങ്ങൾക്ക് എന്തിനോടാണ് പോസിറ്റീവ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ 2-3 ആഴ്ചയ്ക്ക് ശേഷം ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. പോസിറ്റീവ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആന്റിജൻസ് അല്ലെങ്കിൽ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വീണ്ടും നമ്മൾ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇമ്മ്യൂണോതെറാപ്പി മെഡിസിൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ആണ്. ഇതൊരു മറ്റു മെഡിസിൻസ് പോലെ ഒരാൾക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻ വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ മരുന്നിന് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്ത് കാണുമ്പോൾ അറിയാം ഒരു പെർട്ടിക്കുലർ ആളുടെ പേര്, അയാളുടെ നമ്പർ, ഇത് ഉണ്ടാക്കുന്ന സമയം, എക്സ്പയറി ഡേറ്റ്, ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരാൾക്ക് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആയിരിക്കില്ല വേറൊരാൾക്ക്. ഇതൊരു ഇൻഡിവിജ്വലൈസ്ഡ് മെഡിസിൻ ആണ്. നമ്മൾ ഇത് ഉപയോഗിക്കാൻ നമ്മൾ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ജീവിത ചിട്ടയോടുകൂടി കറക്റ്റായിട്ട് അത് കണ്ടിന്യൂ ചെയ്യണം. ഒരു 1 മുതൽ 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സ